ഹലോ അസ്സലാമലൈക്കും. സോ റമദാൻ കരീം. അപ്പം ഇന്നത്തെ വ്ളോഗ് നോമ്പ് റിലേറ്റഡ് വ്ളോഗൊന്നുമല്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൾ ജർമ്മനി പോവുക. സോ അവളെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ നോമ്പ് തുറ. അപ്പം കുറച്ച് കരച്ചിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വ്ളോഗ്, പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. ലൈക്ക് ഞാൻ ചെറിയ ഷോർട്ട് വ്ളോഗ് ആക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മെമ്മറി അല്ലേ, അവിടെ കിടന്നോട്ടെ വെച്ചു. അപ്പം സോ നത്തിങ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു ഫ്രെയിം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്രെയിം മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് വെക്കാനുള്ളത് ഇന്ന് പോയി പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ആ പ്രിൻ്റ് എടുക്കുന്നത്, അവളെ വീട്ടിൽ പോകുന്നത്, അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണെന്ന് പിന്നെ അതേപോലെ നൈറ്റ് 1 o'clock തോന്നുന്നത് എയർപോർട്ട് പോകുന്നുണ്ട്. അപ്പം എയർപോർട്ടിൽ പോയിട്ടുള്ള അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ, കുറച്ച് കൂട്ടക്കരച്ചിൽ, അങ്ങനെ മൊത്തത്തിൽ ചെറിയൊരു വലിയൊരു വ്ളോഗ്. അപ്പം ബാക്കി ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളപ്പം കാണിച്ചു തരാം. ഓക്കെ, ബൈ. സോ ഫ്രെയിമിലേക്ക് ഇതാണ് സെറ്റാക്കി വെച്ചത്. ഞാൻ അവിടെ എത്തിയിട്ടെങ്ങാനും ഓള് ഞങ്ങളെ മറന്നാലോ. അപ്പം ഞങ്ങൾ കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തത് ഇതിലേക്ക് ആഡാക്കി വെച്ചതാണ്. ഒരു കൊളാഷ് പോലെ സെറ്റാക്കി വെച്ചതാണ്. എന്താ അറിയില്ല, രാത്രി ആകുമ്പോൾ എനിക്ക് പണിയെടുക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 മണി ഇങ്ങനെ എപ്പം ചെയ്ത വർക്കാണ്. അപ്പം എന്തായാലും വ്ളോഗൊക്കെ അല്ലേ, സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ഇടാറില്ല. പിന്നെ ChatGPT ഒക്കെ പറഞ്ഞു വെച്ചിട്ട് സ്കിൻ കെയർ അറിയാം. സൺസ്ക്രീൻ കൂടി. സോ അല്ലേലും ഞാൻ ഇട്ടോടത്തോളം മൂക്കുമ്മ ഇടണേ കുറച്ച് കൂടി പോകാറുണ്ട്. എന്തിനാ ഈ തൊള്ള തുറക്കണേ? കണ്ണുമ്മ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഞാൻ തൊള്ള തുറന്നു. പണ്ടോട്ടെ എങ്ങനെ ഫേസ് കാനഡൻ്റെ ഇതിൻ്റെയൊക്കെ പേര് പഠിക്കുന്നത് എപ്പോഴാണ്. ഇത് കഴുത്തിനൊക്കെ സെറ്റാക്കണം കേട്ടോ. ഇത് രണ്ട് കളറ് ലിപ്സ്റ്റിക്ക്. ഇത് ആക്ച്വലി നല്ല അടിപൊളി സാധനം. ഇതിൻ്റെ കയ്യൊക്കെ വരക്കണം മതി. അപ്പം ഇതെന്തുകൊണ്ടാണ് അടിപൊളി ചോദിച്ചാൽ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ കളർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഷെയ്ഡാണെന്ന് തോന്നി. ഞാൻ ഇന്നേ വരെ ഏതൊക്കെ ഓർഡർ ചെയ്തണോ അതൊന്നും എൻ്റെ ഷെയ്ഡ് സെറ്റായില്ല. കാണിച്ചേ. ലുക്ക് ഗൈസ്, അപ്പോൾ കണ്ടു അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കഴിയുമോ എനിക്കറിയില്ല. ഇനി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ അതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കാം. അതിൽ കയറിയിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക, അതിൽ പോയി തപ്പുക, എടുക്കുക. ഓക്കെ, സോ കഴിഞ്ഞില്ലേ, അതേ ഉള്ളൂ. ഇനി ഡ്രസ്സ് മാറിയിട്ട് വരാം. സോ ഡ്രസ്സ് ഈ ചുരിദാർ, ഓക്കെ, ഈ ജീൻസാണ്. ഇതൊക്കെ ഇസ്തിരി ഇടണം ഗേസ്, പക്ഷേ എനിക്ക് വയ്യ, മടിയാണ്. എല്ലാം വളർക്കല്ലോ പോണേ, അത്ര മതി. അപ്പം ഞാൻ മാറ്റിയിട്ട് വരാം. ഗേസ് ഫൈനൽ ലുക്ക് ഷറായില്ലേ. ഇതൊക്കെയോ എവിടെയോ തകരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇടാം താരം. സോ ഇനി ഈ ഒരുങ്ങി കെട്ടി കരയാനാണല്ലോ പോണെന്ന് ആലോചിക്കുമ്പോൾ കരയണ്ടെന്നാണ് എൻ്റെ മൈൻഡ്. കാരണം മോശമല്ലേ, ഓളെന്ത് വിചാരിക്കാൻ എന്താണേലും. എൻ്റെ മേക്കപ്പൊക്കെ ഒളിച്ചു പോലും, അതുകൊണ്ട് കരയണ്ടെന്നുണ്ട്. പക്ഷേ ഫോർമാലിറ്റി അല്ലേ, കരഞ്ഞു കൊടുക്കണം. ഇതാണ് പിന്നെ അതെ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 2 ബ്രേസ്ലെറ്റും ഒരു വളയും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്നാണോ വീഡിയോ ഇടുന്നത് അന്നേ ഉണ്ടാവുള്ളൂ. സോ എടുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ബൈ ഗൈസ്. ടൈം സെറ്റാക്കല്ലേ, ഇനി തായർ ഷോപ്പിൽ പോയിട്ട് ഗിഫ്റ്റ് ചെയ്യിപ്പിക്കാം. അണ്ണാച്ചി കൊലത്ത് ചെറുതായിട്ട് തുറന്നു നോക്കടി.
അതിന് ബാക്കിൽ A4 ഉണ്ട്. എങ്ങാനും അവിടെ പോയിട്ട് ഈ മറന്ന കഴിഞ്ഞില്ലേ. പയഞ്ചൻ ഗിഫ്റ്റ് പേപ്പർ എന്നല്ല അവിടെ ഉള്ളത്, നല്ല വൃത്തിയുള്ള ഗിഫ്റ്റ് പേപ്പർ. അയ്യോ സോറി. ഇപ്പത്തെ കോലതാണ്. ഫ്രണ്ട്ഷിപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഇരട്ടിപ്പണിയാണ്. ഓക്കെ, സോ ഇനി ഇതൊക്കെ സെറ്റാക്കി മടക്കി ഒതുക്കി വെക്കണം. ഫുൾ വൃത്തിയാക്കി ഗൈസ്. ഇരുന്ന് ചാവി തപ്പി ലോക്ക് തുറന്നോളി. അങ്ങനെ പറയണ്ടോ? നേരെ കേറി വന്ന് റൂമ് കേറി പുറത്തുനിന്ന് അനിയൻ ചാവിട്ട് പൂട്ടി പോയി. പാത്തിനൊരു വെള്ളം ഇല്ലാന്ന് ചമ്മി ചമ്മി ഇനി മാറി നാളാ. ആ ഞാനേന് പട്ടിപ്പണി എടുത്തിന്. കയ്യിന് വയ്യാത്ത കുട്ടിയാണേ. ഓവർലോഡ്. ഞാനാരാ പറ. ഏത് കുൽച്ചു? അത് പിന്നെ ഇടക്ക് കുൽഫിയൊക്കെ കുളിക്കും. ആരാ? കുൽച്ചു. ഗുഡ് ഗേൾ. ബാക്ക് ക്യാമറ അല്ലേ മുന്നേ. ഗേസ് ഇനി കുറച്ച് കരച്ചിൽ സീനാവാം, കാരണം ദ്വാരക്കലൊക്കെ കഴിഞ്ഞ്. അപ്പം ഇനി ബാക്കി ഫുള്ള് ഞാൻ കരയും, അവള് കരയും, വെറുതെ ഇരുന്ന് ഇപ്പയെ കരയുന്നുണ്ട്, പിന്നെ അമ്മ കരയും, പിന്നെ എന്നോട് എല്ലാവരും കരയും. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും അവിടെ എത്തിയ കരച്ചിലാവുമ്പം വീഡിയോസ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ക്യാമറ എവിടെയാണ് ഞാൻ നോക്കണം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കരയണ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, കരയുന്ന നല്ല വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റാൻ പോയേക്കുന്നു. അപ്പോൾ മാറ്റി വന്നിട്ട് കാണാം. നിങ്ങൾക്ക് എന്താ പറയാണ്ടോ? നിങ്ങൾക്ക് കരയണോ? ആക്ച്വലി ഞാൻ പറയാൻ തുടങ്ങി. അല്ല വേണ്ട. അപ്പോൾ ഓക്കെ, ബാക്കി പിന്നെ അതന്നെ ഞാൻ പറഞ്ഞ രസമില്ല. യാത്രയൊക്കെ വേണ്ടി കല്യാണത്തിന് ഒരുങ്ങുന്നുണ്ട്. ഓ, പോകുന്ന ആൾക്ക് ഒന്നുമില്ല, മേക്കപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ഇട്ടു കേട്ടോ, ഞാനും കുറച്ച് തേച്ചിരുന്നു കേട്ടോ. കിട്ടിയ കുറച്ചധികം, കുറച്ച്. എന്ത് പറയാണ്ടോ സൈന? അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പറഞ്ഞാ നന്നായി. സൈന പോവാണ് ഗേസ്. എന്താ അറിയില്ല, ഒരു സങ്കടം ഒന്നും വരുന്നില്ല. എയർപോർട്ട് എത്തുമ്പോ അറിയാം. ചെറുതായിട്ട് പൊട്ടിയൊക്കെ തേച്ചിന്, അതൊക്കെ ഇനി ഒലിച്ചു പോകുന്നു. പഠിച്ചോനവർ എന്താ പറയാണ്ടോ റഫ്ന? ടാറ്റാ. ഫൈനലി എയർപോർട്ട് എത്തി. സോറി, മേക്കപ്പ് പോവാതെ എങ്ങനെ കറിയും ജാസ്മിൻ. ആമാ അപ്പോൾ അപ്പം കരച്ചിലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് സോ ഓള് കയറി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നേരെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. ഓളെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. പിന്നെ രാവിലെ ആയിട്ട് എൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഓക്കെ, ബൈ. എന്താ ഹൈറ്റിൻ്റെ മേലെ കയറുന്നു.